കാതികയിലേക്ക് സ്വാഗതം. കാതികയിൽ ഈ പ്രാവശ്യം കഥകൾക്ക് പകരം കുറെ കടുങ്കഥകൾ മാത്രം. കാതിക ചോദിക്കും, കൂട്ടുകാർ ചോദിച്ചതിന് ശേഷം ആലോചിക്കുക, പോസ് ചെയ്യുക, ഉത്തരം പറയുക, എന്നിട്ട് ഉത്തരം ശരിയാണോ എന്ന് നോക്കുക. ഈ കടുങ്കഥകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഈ കടുങ്കഥകളെല്ലാം അമ്മയും മക്കളെയും കുറിച്ചുള്ള കടുങ്കഥകളാണ്. ഇതിൽ കുറേ കഥകളുടെ കൂടെ വന്നു കഴിഞ്ഞതാണ്. കുട്ടികൾ എല്ലാ കഥയും കേട്ടിട്ടുണ്ടെങ്കിൽ ആ കടുങ്കഥകൾ പെട്ടെന്ന് പറയാൻ കഴിയും. മോൻ കടുങ്കഥകളുടെ ഉത്തരം പറയാൻ റെഡിയല്ലേ? റെഡിയാണ്. ഇന്ന് ആദ്യത്തെ ചോദ്യം. ഒരമ്മ പെറ്റ മക്കളെല്ലാം നരച്ച് നരച്ച്. മോൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരമ്മ പെറ്റ മക്കളെല്ലാം നരച്ച് നരച്ച്. കൂട്ടുകാരും ആലോചിച്ച് നോക്ക്. ഉത്തരം അപ്പൂപ്പൻ താടി. അപ്പൂപ്പൻ താടി പറക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? എല്ലാം വെളുത്ത് നരച്ച് നരച്ച് മുടികൾ പോലെ. ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടി ചാടി. മോനറിയാമോ? കൂട്ടുകാർക്കറിയാമോ? നിൽക്ക്, കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കട്ടെ. മോൻ പറ, എന്താ ഉത്തരം? കറക്റ്റ്. മോൻ ഈ ചോദ്യത്തിന് ഉത്തരം അറിയായിരുന്നു അല്ലേ? ഇത് കാതികയുടെ ഒപ്പം വന്നൊരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാര്. മകനറിയാമോ ചോദ്യം? കൂട്ടുകാർക്കറിയാമോ? ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാര്. ഉത്തരം അടയ്ക്ക. കൂട്ടുകാർക്ക് ഇതിന് ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. ഒരമ്മ പെറ്റ മക്കളെല്ലാം വിറച്ച് വിറച്ച്. മോനറിയാമോ ഇതിൻ്റെ ഉത്തരം? കൂട്ടുകാരും ആലോചിക്കുക. സിംഹം അല്ല, ഒരു മൃഗമല്ല, ഒരു ആനിമൽ അല്ല. ഓർത്തു നോക്കൂ. എന്നാ കാതിക എൻ്റെ ഉത്തരം പറയാം. ഉത്തരം അരയാലില. കാറ്റടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു ആലിൻ്റെ ഇലകൾ വിറച്ച് വിറച്ച് നിൽക്കുന്നത്? ഇനി അടുത്ത ചോദ്യം. ഒരമ്മ പെറ്റ മക്കളെല്ലാം മുക്കണ്ണന്മാർ, 3 കണ്ണുള്ളവർ. കൂട്ടുകാർക്കറിയാമോ? ക്ലൂ നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായി കാണുന്നൊരു സാധനമാണ്. കറക്റ്റ്. തേങ്ങയ്ക്ക് 3 കണ്ണില്ലേ? അതുകൊണ്ടാണ് മുക്കണ്ണന്മാരായി തേങ്ങ അറിയപ്പെടുന്നത്. ഇത് അവസാനത്തെ ചോദ്യം. ഇത് ഒരു വ്യത്യസ്തമായ ചോദ്യമായിക്കോട്ടെ. അമ്മയും കുഞ്ഞുങ്ങളുടെയും ചോദ്യമല്ല. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ തൊട്ടാൽ അവിടെ കിറങ്ങും. പറ. കറക്റ്റ്.